Good morning, all. Good morning, ma'am. Good morning, Miss. Morning. എല്ലാവരും സ്പില്ലേജ് വേസ്റ്റ് അല്ലേ നമ്മുടെ ഇരിക്കുന്നത് സ്പില്ലേജ് വേസ്റ്റ് ആണ്. അത് എടുക്കാം. സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. നിങ്ങൾ വായിച്ചു നോക്കാറുണ്ടോ? സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് അതിന്റെ നമ്മൾ എവിടെ വരെ എത്തി എന്നുള്ള കാര്യങ്ങൾക്ക് ലൈവ് ചെയ്യണ്ടോ എന്ന് അറിയാമോ ആരെങ്കിലും? Radioactive spillage waste management. നമ്മള് റേഡിയോആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ആണ് അതുവരെയാണ് പറഞ്ഞു നിർത്തിയത്. പിന്നെ നമുക്കറിയാലേ നമ്മൾ പല തരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റിനെ കുറിച്ച് പഠിച്ചു. ആരെങ്കിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയിന്റ്സ് മാത്രം ഒന്ന് പറയാമോ? ഏതൊക്കെ തരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ആണ് ഇതുവരെ നോക്കിയതെന്ന്? Chemical spillage waste. Okay. Sharp. Mercury spillage waste management. Okay. Blood and body fluid spillage. നെക്സ്റ്റ് റേഡിയോആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റ് അല്ലെ. അതുവരേക്കും നമ്മള് മനസ്സിലാക്കി വെച്ചു. നമുക്കറിയാം എല്ലാ സ്പില്ലേജ് വേസ്റ്റ് ആണെങ്കിലും അത് ഇത്തിരി ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു ഇതാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ അവിടെയുള്ള പ്രിക്കോഷൻസ് ഒക്കെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റും ഒക്കെ നമ്മളതില് കൂട്ടത്തില് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി നമുക്കുള്ളത് എന്താണ്? നമ്മുടെ സ്പിൽ ഇൻ ലബോറട്ടറി ഏരിയ മൈക്രോബിയൽ കൾച്ചർ അത് തുടങ്ങിയാണ് നമുക്ക് എടുക്കാനുള്ളത്. സ്റ്റാർട്ട് ചെയ്യാലോ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഇതുള്ളത് സ്പില്ലിന് ലബോറട്ടറി. നമുക്കറിയാം ലബോറട്ടറി ഇതുകളിലെല്ലാം പ്രധാനമായിട്ടും അല്ലെ അവിടെയാണ് ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ടും ഉണ്ടാകുന്നത്. ഓക്കെ, ഞാൻ കണ്ടിന്യൂ ചെയ്യാണ്. അപ്പൊ ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ വരുന്നത് ലബോറട്ടറിയിലാണ്. ലബോറട്ടറിയിൽ എന്തെങ്കിലും രീതിയിൽ ചെറിയ രീതിയിലുള്ള ലീക്ക് ഔട്ടുകളോ അല്ലെങ്കിൽ സ്പില്ലേജ് ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അറിയാം ബ്ലഡിന്റെ ആണെങ്കിലും ഫ്ലൂയിഡ്സിന്റെ ആണെങ്കിലും ടെസ്റ്റിങ്ങിന് വിധേയമായിട്ടുള്ള പല പല ഇതുകൾ ചെറിയ തോതിലെങ്കിലും കളക്ട് ചെയ്തിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ ടെസ്റ്റിന് വിധേയമാക്കുമ്പോഴെന്താണ് ചില രീതിയിലുള്ള നമുക്കറിയാം ചില ഇതുകളല്ല കെമിക്കൽസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുകൾ പുറത്തുനിന്നുള്ള എന്തെങ്കിലും റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ലിക്വിഡോ അങ്ങനെയുള്ള എന്തെങ്കിലും ബ്ലഡ് പോലെയുള്ള സാധനങ്ങളൊക്കെ കൂട്ടിയിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ അതിന്റെ രോഗനിർണയങ്ങള് അതിന്റെ പരിശോധനകളൊക്കെ നടത്തുന്നത്. ചില രീതിയിലുള്ള ചെറിയ തോതിലുള്ള രാസപദാർത്ഥങ്ങളെങ്കിലും അതിൽ പ്രൊവൈഡ് ചെയ്തിട്ടായിരിക്കും ചില ടെസ്റ്റുകൾക്ക് വിധേയമാക്കിയിട്ട് റിസൾട്ട് നമ്മൾ കണ്ടെത്തുന്നത്. അപ്പൊ അതിനും സ്പില്ലേജ് വേസ്റ്റ് സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോ ടെസ്റ്റിന് വിധേയമാക്കുന്ന ബ്ലഡിലും അതേമാതിരി തന്നെ നമ്മൾ പറഞ്ഞു ഫ്ലൂയിഡ്സിലൊക്കെ എന്താണ് സ്പില്ലേജ് വേസ്റ്റ് സംഭവിക്കാം. അതുപോലെ തന്നെ അതിന് വിധേയമാക്കുന്ന ടെസ്റ്റിങ്ങിന് വേണ്ടി വിധേയമാക്കുന്ന രാസവസ്തുക്കളെയും ചെറിയ തോതിലുള്ള സ്പ്രെഡിങ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കെയർ ആയിട്ട് തന്നെയായിരിക്കണം എന്ത് ലബോറട്ടറിയില് സ്പില്ലേജ് വേസ്റ്റ് കൈകാര്യം ചെയ്യാനായിട്ട്. നോക്കാം എന്താന്നുള്ളത്. യൂസ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, ലാബ് കോട്ട്, കെമിക്കൽ റെസിസ്റ്റന്റ് ഗ്ലൗസ്, സേഫ്റ്റി ഗ്ലാസസ് ആൻഡ് മാസ്ക്, നോട്ടിഫൈ ഓൾ പേഴ്സൺസ് ഇൻ ഇമ്മീഡിയറ്റ് ഏരിയ ആൻഡ് വെക്കിറ്റ് ഏരിയ. അതായത് നമ്മൾ സാധാരണയായിട്ട് അവിടെ കൈകാര്യം ചെയ്യുന്ന പൊതുവെ നമുക്കറിയാം ലബോറട്ടറിയിലുള്ള പേഴ്സൺസ് ഒക്കെ പ്രിക്കോഷൻസ് എടുത്തിട്ടായിരിക്കും അവിടെ ഇരിക്കുന്നത് അല്ലെ. അപ്പൊ അവരെന്താണ് ലാബ് കോട്ട് ഇട്ടിട്ടുണ്ടാവും, കെമിക്കൽ റെസിസ്റ്റന്റ് ഗ്ലൗസുകളൊക്കെ ആയിരിക്കും അവർ ഉപയോഗിച്ചിരിക്കുന്നത്. സേഫ്റ്റി ഗ്ലാസസ് അല്ലെ, നമുക്കറിയാം ഗ്ലാസസുകൾ ചിലപ്പോൾ പേപ്പർ പോലെ എന്തെങ്കിലും നീരാവി അടിച്ചാൽ മതി നമ്മുടെ കണ്ണുകളുടെ
പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്താണ് സേഫ്റ്റി ഗ്ലാസസ് ഒക്കെ ധരിക്കേണ്ടതായിട്ട് വരും. അതേമാതിരി തന്നെ മാസ്കുകൾ, നേരത്തെ പറഞ്ഞ മാതിരി തന്നെ എന്തെങ്കിലും പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള മാസ്കുകളും എന്താണ് പ്രധാനമായിട്ടും ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുന്നവര് ധരിക്കേണ്ടതായിട്ട് വരും. Then notify all persons in immediate area and vacate area. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് അങ്ങനെ ഏതെങ്കിലും വേസ്റ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു സ്പില്ലേജ് സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് ആ പേഴ്സൺസ് എല്ലാം പെട്ടെന്ന് തന്നെ അത് ആ ഭാഗത്ത് നിന്ന് ഏരിയയിൽ നിന്ന് വക്കേറ്റ് ചെയ്യണം, മാറിപ്പോകണം. Cover the spill with the absorbent material drenched in a right disinfectant. അതായത് നമ്മളിപ്പോ ഏതെങ്കിലും രീതിയിൽ ഒരു ചെറിയൊരു ലീക്ക് ഔട്ട് ഒക്കെയാണ് സംഭവിച്ചിരിക്കണമെങ്കിൽ ആ ഭാഗത്ത് എന്തായാലും അവിടെ ഒരു ചെറിയ ഭാഗത്ത് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടാവും അല്ലെ. അപ്പൊ എന്തെങ്കിലും രീതിയിൽ ഇത് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഒരു ബ്രാക്കറ്റിൽ അവർ കൊടുത്തിട്ടുണ്ട് ഹൈഡ്രോക്ലോറൈഡ് സൊല്യൂഷൻ വിത്ത് പെർസെന്റേഷൻ ഓഫ് 1.0% അവൈലബിൾ ക്ലോറിൻ 80% എത്തനോൾ. അങ്ങനെ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ഒരു സൊല്യൂഷന് പ്രത്യേക രീതിയിലുള്ള പെർസെന്റേജ് വാല്യൂകളിലൊക്കെ ആയിരിക്കും ഇന്ന എത്ര പ്രോബ്ലംസ് ആണ് സംഭവിച്ചെങ്കിൽ അതിനനുസൃതമായിട്ടുള്ള ഇത്തരത്തിലുള്ള കെമിക്കൽസ് ഒക്കെ ആയിരിക്കും ചില ഹോസ്പിറ്റൽസ് അത് ഡിസിൻഫെക്റ്റന്റ് ആകാൻ, അതായത് അണുവിമുക്തമാക്കാനായിട്ട് ഉപയോഗിക്കുന്നു. അതെന്താണോ അവര് ആ പ്ലേസുകളിൽ ആ ഒരു സൊല്യൂഷനാണ് അവർ ഉപയോഗിക്കുന്നത്. അത്തരത്തിലുള്ള സൊല്യൂഷൻസ് അത് നമ്മൾ ഏതെങ്കിലും ഒരു അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പാഡുകൾ അത് ആ സൊല്യൂഷനിൽ മുക്കി വെച്ച്, അതാണ് ഡ്രെഞ്ച്ഡ് ഇൻ റൈറ്റ് ഡിസിൻഫെക്റ്റന്റ് എന്ന് പറഞ്ഞാൽ അത് നനച്ച് എന്താണ് ആ സൊല്യൂഷനുള്ള ഭാഗത്തേക്ക് എന്ത് ചെയ്യണം, കവർ ചെയ്ത് വെക്കണം. അതായത് എന്തെങ്കിലും വേസ്റ്റ് സംഭവിച്ചിരിക്കുന്ന പ്ലേസിലേക്ക് എന്താണ് ഇത്തരത്തിലുള്ള സൊല്യൂഷനിൽ മുക്കി വെച്ചിരിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള അബ്സോർബന്റ് തുണികളോ അല്ലെങ്കിൽ പാഡുകളോ അത് അത്തരം സൊല്യൂഷനിൽ മുക്കി വെച്ചിട്ടുള്ള അതെടുത്തിട്ട് എന്താണ് വേസ്റ്റ് ആയിട്ടുള്ള ഭാഗത്തേക്ക് കവർ ചെയ്ത് വെക്കുക. അതായത് അവിടെയുള്ള അണുക്കളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമുക്കറിയാലേ, നമ്മളിപ്പോ ഡെറ്റോളിൽ മുക്കിയ തുണി കൊണ്ട് എന്താണ് നമുക്ക് അണുക്കളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ഭാഗത്തേക്ക് വീടുകളിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് പോലെ തന്നെ എന്താണ് ഈ ഇത്തരത്തിലുള്ള ലബോറട്ടറികളിൽ സംഭവിച്ചിരിക്കുന്ന വേസ്റ്റുകളെ അണുവിമുക്തമാക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള സൊല്യൂഷനിൽ മുക്കി വെച്ചിരിക്കുന്ന എന്തെങ്കിലും പാഡുകളോ തുണികളോ അതെടുത്ത് എന്താണ് ആ ഭാഗത്തേക്ക് വേസ്റ്റ് പോയ ഭാഗത്തേക്ക് കവർ ചെയ്ത് വെക്കും. Leave 10-30 minutes after pouring a disinfectant solution around the spill. അതായത് നമ്മള് പറഞ്ഞു അല്ലെ, അത് എന്തിനു വേണ്ടിയിട്ടാണ് അണുക്കളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ചില ഇത്രയും സമയമായിരിക്കാം ചിലപ്പോൾ അണുക്കൾ നശിച്ചു പോകാൻ വേണ്ടിയിട്ട് ഇത്രയും സമയം ഈ സൊല്യൂഷനിൽ മുക്കി വെച്ചിരിക്കുന്ന തുണി അവിടെ കവർ ചെയ്ത് വെക്കേണ്ടതായിട്ട് വരും. ലീവ് 10-30 മിനിറ്റ്സ്, ഒരു 10-30 മിനിറ്റുകൾ അത് അവിടേക്ക് അണുക്കൾ നഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് ഡിസിൻഫെക്റ്റന്റ് സൊല്യൂഷനിൽ അണുവിമുക്തമായ സൊല്യൂഷനിൽ മുക്കി വെച്ചിരിക്കുന്ന ആ പാഡുകൾ അവിടെ ഉപയോഗിക്കണം. Rub the nearby area using disinfectant solution. അതിനുശേഷം എന്താണ് ഇത്തരത്തിൽ നമ്മൾ വേസ്റ്റുകളെ അണുക്കളെ നശിപ്പിച്ചതിന് ശേഷം ആ ഭാഗം എന്താണ് റബ്ബ് ചെയ്ത്, അതായത് നമ്മൾ ഉറച്ച് ക്ലീൻ ചെയ്ത് ഡിസിൻഫെക്റ്റന്റ് സൊല്യൂഷൻസ് ഒക്കെ ഉപയോഗിച്ച് അണുമുക്തമാക്കി എടുക്കണം. എന്തെങ്കിലും സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് അണുമുക്തമാക്കി എടുക്കണം. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടെന്ന് ഓക്കെ അല്ലേ? അതായത് എന്തെങ്കിലും വേസ്റ്റുകൾ അവിടെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ അണുക്കളെ നശിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സൊല്യൂഷനിൽ മുക്കി വെച്ചിരിക്കുന്ന തുണികൾ അവിടെ ഇത്രയും സമയത്തേക്ക് അവിടെ വെക്കുക. അത്രയും സമയം കൊണ്ട് അണുക്കൾ നഷ്ടപ്പെടും. അതിനുശേഷം എന്താണ് അവിടെ റബ്ബ് ചെയ്ത് നന്നായിട്ട് തേച്ച് ഏതെങ്കിലും സൊല്യൂഷനൊക്കെ ഉപയോഗിച്ചിട്ട്, നമുക്കറിയാലേ നമ്മള് സാധാരണ വെള്ളമൊക്കെ ഉപയോഗിച്ച് അവിടെ ക്ലീൻ ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് റബ്ബ് ചെയ്ത് വളരെ നല്ല കൃത്യമായിട്ട് തന്നെ ആ ഏരിയയ്ക്ക് ഡിസിൻഫെക്റ്റന്റ് ആക്കുക, അതായത് അണുവിമുക്തമാക്കുക. Clean the spillage and disinfectant solution and shift all polluted material to an appropriate waste container. അതായത് നമ്മളിപ്പോ അണുവിമുക്തമാക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ വേസ്റ്റ് മെറ്റീരിയൽസും അല്ലെ, നമ്മളിപ്പോ കാർഡുകളാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കൗണ്ട് ഉപയോഗിച്ചാണോ എന്തുപയോഗിച്ചാണോ അവിടെ അണുവിമുക്തമാക്കാൻ വെച്ചിരുന്നത് അത് അത്തരത്തിലുള്ള വസ്തുക്കളെല്ലാം തന്നെ എന്താണ് അപ്രോപ്രിയേറ്റ് കണ്ടെയ്നർ, വേസ്റ്റ് കണ്ടെയ്നറിൽ നമുക്കറിയാം എന്തെങ്കിലും ലേബൽ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അല്ലെ, അത് അത്തരത്തിലുള്ള ലേബൽ ചെയ്ത് വെച്ചിരിക്കുന്ന വേസ്റ്റ് കണ്ടെയ്നറിൽ നിക്ഷേപിക്കുക. If the spillage is huge or includes a extremely infectious microorganism, cabinet may need to be decontaminated with a formulated gas by a qualified staff before further use is incident forms.
നമുക്കറിയാം ഒരു ചെറിയ സ്പ്രെഡിങ് ആണ് സംഭവിക്കണമെങ്കിലാണ് ഇത്തരത്തിലുള്ള മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. ഇനി ക്യാബിൻ മുഴുവനും അത് ആ ഭാഗത്തേക്ക് മൊത്തത്തിൽ വ്യാപിക്കുന്ന എന്തെങ്കിലും വേസ്റ്റ് സംഭവങ്ങളാണ് സംഭവിച്ചിരിക്കണമെങ്കിൽ എന്താണ് അവിടെ മൊത്തത്തിൽ ക്യാബിൻ മുഴുവനായിട്ടും ഡിസിൻഫെക്റ്റന്റ് ആക്കണം, അതായത് അണുവിമുക്തമാക്കേണ്ടതായിട്ട് വരും. അപ്പൊ എന്താണ് പൊതുവെ എന്താണ് ഫോർമാൽഡിഹൈഡ് ഗ്യാസ് അങ്ങനത്തെ അത്തരത്തിലുള്ള വാതകങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവിടെ അണുക്കളെ നശിപ്പിക്കുന്നത്. അത്തരത്തിലുള്ള വാതകങ്ങൾ ഉപയോഗിക്കാൻ ക്വാളിഫൈഡ് പേഴ്സൺസ് അല്ലെ, അത് ഉപയോഗിക്കേണ്ട രീതിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന പേഴ്സൺസ് തന്നെയായിരിക്കണം അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. തന്നെ സാധാരണ രീതിയിലേക്ക് നമുക്കറിയാം ചിലപ്പോ ചില സംഭവങ്ങളിലൊക്കെ ഇത്രയും സമയം അത് വെക്കേറ്റ് ചെയ്ത് പോകേണ്ട വരും അല്ലെ. അണുക്കൾ ഉണ്ടെങ്കിൽ അണുക്കൾ നശിക്കുന്ന വരേക്കും എന്തെങ്കിലും വാതകങ്ങളൊക്കെ ഉപയോഗിച്ച് അവിടുത്തെ അണുക്കൾ നശിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് നിന്ന് വെക്കേറ്റ് ചെയ്ത് പോകേണ്ടതൊക്കെ ആയിട്ട് വരും. അപ്പൊ അത് ക്വാളിഫൈഡ് പേഴ്സൺ ആയിരിക്കും അവിടെ അണുവിമുക്തമാക്കുന്നത്. ഫോർമാൽഡിഹൈഡ് ഗ്യാസുകളൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും ആ ഭാഗത്തേക്ക് എന്താണ് അണുവിമുക്തമാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? വില്ലേജ് ലബോറട്ടറി ഏരിയ മൈക്രോബയൽ കൾച്ചേഴ്സ് അത് എന്താന്നുള്ളത് നിങ്ങൾ വായിച്ചു നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചോദിക്കുക. ഗുഡ് മോർണിംഗ്. ഞങ്ങൾ പഠിപ്പിച്ചു തുടങ്ങിയിട്ടോ. ഗുഡ് മോർണിംഗ്. തുടങ്ങിയിട്ടേ ഉള്ളൂ. എനിവേ ഞങ്ങളൊരു ഭാഗം കഴിഞ്ഞു. എന്താണ് വില്ലേജിന്റെ ലബോറട്ടറി ഏരിയ മൈക്രോബിയൽ കൾച്ചേഴ്സ് ആ ഒരു പോർഷൻ കഴിഞ്ഞു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ കണ്ടിന്യൂ ചെയ്തോട്ടെ. ഫാർമസ്യൂട്ടിക്കൽസ് വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് എന്താണ്? ഫാർമസ്യൂട്ടിക്കൽസ് വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് നമുക്കറിയാം. നമ്മള് ഹോസ്പിറ്റലിൽ ഫാർമസ്യൂട്ടിക്കൽ ഒരു ഭാഗം ഉണ്ടല്ലേ, അവിടെയും എന്താണ് വേസ്റ്റുകൾ വരാനുള്ള സാധ്യതകളുണ്ട്. നമുക്കറിയാം മെഡിസിൻസ് ഒക്കെ അവിടെ കീപ്പ് ചെയ്ത് വെക്കുന്നു. അവിടെ ഏതെങ്കിലും രീതിയിലുള്ള ആൽക്കഹോളിനോട് കൂടിയ മെഡിസിൻസും ഒരുപാട് തരത്തിലുള്ള വീര്യം കൂടിയ മെഡിസിൻസ് ഒക്കെ ഉള്ള ഒരു പ്ലേസ് ആണത്. അപ്പൊ ഏതെങ്കിലും രീതിയിൽ ബോട്ടിൽസ് എന്തെങ്കിലും പൊട്ടി ആ ഭാഗത്തേക്കൊക്കെ വേസ്റ്റുകൾ വരികയാണെങ്കിൽ, അങ്ങനെ മറ്റേതെങ്കിലും മെഡിസിൻസിനെ അത് എഫക്ട് ചെയ്യുകയാണെങ്കിലും അത് വളരെയധികം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടതാണ് അതിൽ പറയുന്നത്. എന്താണ് നോക്കാം. സ്റ്റെപ്സ് ടു ടേക്കൺ ഫോർ മാനേജിങ് ഫാർമസ്യൂട്ടിക്കൽസ് വില്ലേജ് വേസ്റ്റ് 6. അതായത് നമുക്കറിയാം ഫാർമസ്യൂട്ടിക്കലിലെ വില്ലേജ് വേസ്റ്റുമായി ബന്ധപ്പെട്ട സ്റ്റെപ്സിൽ ഫസ്റ്റ് വൺ പറയുന്നു യൂസ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. Person should use suitable personal protective equipment like gloves, goggles, and respirators before going to the spill to prevent contact with the dangerous substances. അതായത് ഇങ്ങനെ എന്തെങ്കിലും വേസ്റ്റ് അവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ വേസ്റ്റ് അത് ഡേഞ്ചറസ് സബ്സ്റ്റൻസ് ആണ് അല്ലെ, അപകടകരമായ സംഭവമാണെന്ന് നോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടേക്ക് ആ വേസ്റ്റുമായി കൈകാര്യം ചെയ്യുന്നതിലേക്ക് മുമ്പ് തന്നെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ആയ ഗ്ലൗസ്, ഗൂഗിൾസ് അല്ലെ, കണ്ണടകള്, അതിന്റെ റെസ്പിറേറ്റേഴ്സ്, മാസ്ക് പോലെയുള്ള എന്തെങ്കിലും ഷീൽഡ് പോലത്തെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ധരിക്കുക. ബിഫോർ ഗോയിങ് ടു ദി സ്പിൽ ടു പ്രിവെന്റ് കോണ്ടാക്ട് വിത്ത് ദ ഡേഞ്ചറസ് സബ്സ്റ്റൻസസ്. അത് ആ വേസ്റ്റ് കോണ്ടാക്ട് ചെയ്യുന്നതിന് മുമ്പ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സിലെല്ലാം ധരിച്ചു പോകുക എന്നുള്ളതാണ്. നെക്സ്റ്റ് കണ്ടെയ്ൻ ദ സ്പിൽ. അതിൽ പറയുന്ന കാര്യം എന്താണ്? യൂസ് അബ്സോർബന്റ് മെറ്റീരിയൽ സച്ച് ആസ് സ്പിൽ കിറ്റ്സ് ടു കണ്ടെയ്ൻ ദ സ്പിൽ ആൻഡ് പ്രിവെന്റ് ഇറ്റ് ഫ്രം സ്പ്രെഡിങ്. അതായത് നമ്മൾ എല്ലാത്തിനും കണ്ട മാതിരി തന്നെ അല്ലെ, ഏതെങ്കിലും അബ്സോർബന്റ് ആ ഭാഗത്തേക്ക് വേസ്റ്റ് ആയിട്ടുള്ള ആ ഭാഗത്തേക്കുള്ള അത്രയും വേസ്റ്റ് വലിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള എന്തെങ്കിലും എന്തെങ്കിലും പാഡ്സുകളൊക്കെ ഉപയോഗിക്കുക. Then put the materials in contain the spill. Use absorbent materials such as spill kits to contain the spill and prevent it from spreading. നമുക്കറിയാം ചിലപ്പോ ഒരു കിറ്റ് അല്ലെ, അതിലെ മാനുഫാക്ചേഴ്സ് എന്താണ് പറയുന്നത് ആ രീതിയിലൊക്കെ നമ്മൾ ഉപയോഗിക്കണമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പൊ അതുമാതിരി തന്നെ ഇതിൽ പറയുന്നു ടു കണ്ടെയ്ൻ സ്പില്ല് ആൻഡ് പ്രിവെന്റ് ഇറ്റ് ഫ്രം സ്പ്രെഡിങ്. നമ്മളത് കൈകാര്യം ചെയ്യുമ്പോൾ സ്പ്രെഡ് ചെയ്യാതിരിക്കാനായിട്ടുള്ള ശ്രദ്ധ കേന്ദ്രീകരിക്കണം. Put the materials in a labeled hazard bag or containers for disposal. ഇനി അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഈ മെറ്റീരിയൽസ് എന്തൊക്കെയാണോ അതെല്ലാം കളക്ട് ചെയ്തിട്ട് കൃത്യമായി തന്നെ ലേബിൾ ചെയ്തിരിക്കുന്ന ഹസാർഡ് വേസ്റ്റ് എന്ന്, അതായത് അപകടകരമായ വേസ്റ്റ് കണ്ടെയ്നേഴ്സ് ലേബിൾ ചെയ്തിരിക്കുന്ന കണ്ടെയ്നറിൽ തന്നെ നിക്ഷേപിക്കുക.
Then clean up the spill. എന്താ പറയുന്നത്? Abide by the manufacturers directive for the correct use of absorbent materials to clean up the spill. Be cautious in order to spread the pharmaceutical during cleanup. അതായത് നമ്മള് നേരത്തെ പറഞ്ഞ പോയിന്റിൽ തന്നെ ചെറുതായിട്ട് സൂചിപ്പിച്ച കാര്യം തന്നെ ഇതിനകത്ത് പറയുന്നത് മാനുഫാക്ചേഴ്സ് ഡയറക്ഷൻ അനുസരിച്ച് തന്നെ അതിൽ പറഞ്ഞിരിക്കുന്ന സൊല്യൂഷൻസ് അല്ലെങ്കിൽ അബ്സോർബന്റ് പാഡ്സുകളൊക്കെ ഉപയോഗിച്ച് തന്നെ അവിടെയുള്ള വേസ്റ്റുകളെ ക്ലീൻ ചെയ്തെടുക്കുക. Then be cautious. നമ്മളെപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിക്കണം. എന്തിനു വേണ്ടിയിട്ട്? അവിടെ എന്തെങ്കിലും ഈ ഫാർമസ്യൂട്ടിക്കൽ ആയിട്ടുള്ള വേസ്റ്റുകളുടെ സ്പ്രെഡിങ് ഇല്ലാതിരിക്കാനായിട്ട്. നമ്മളിപ്പോ അത് ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ വീണ്ടും ബാക്കി ഭാഗത്തേക്ക് വ്യാപിച്ചു പോകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ക്ലീൻ ചെയ്ത് എടുക്കേണ്ടത്. മാനുഫാക്ചേഴ്സ് അതായത് അബ്സോർബന്റ് പാഡ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന അവരുടെ ഡയറക്ഷൻ അനുസരിച്ച് തന്നെ അത് കൈകാര്യം ചെയ്യുക എന്നുള്ളത്. Then dispose of waste. എന്താണ് പറയുന്നത്? All materials that come into contact with the pharmaceutical should be discarded as hazardous waste in the labeled bags or containers. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ തരത്തിലുള്ള മെറ്റീരിയൽസും അതായത് വേസ്റ്റ് കൈകാര്യം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ തരത്തിലുള്ള വേസ്റ്റുകൾ എല്ലാം എവിടെ നമ്മൾ നിക്ഷേപിക്കണം? ഡിസ്കാർഡഡ് ആസ് ഹസാർഡ് വേസ്റ്റ് ലേബലിന്റെ ബാഗ്സുകളിൽ തന്നെ, അതായത് അപകടകരമാണെന്ന് ലേബൽ ചെയ്തിരിക്കുന്ന വേസ്റ്റ് ബിന്നിൽ തന്നെ നിക്ഷേപിക്കണം. Follow local, state and federal regulations for the disposal of hazardous waste. Hazardous waste എന്ന് പറയുമ്പോൾ നമുക്കറിയാം അപകടകരമായ വേസ്റ്റ് ആണ്. അത് നമുക്ക് പെട്ടെന്ന് നശിപ്പിച്ച് കളയാനായിട്ട് സാധിക്കുകയില്ല. അതിന് ആരുടെയൊക്കെ പെർമിഷൻ വേണോ ആ പെർമിഷനോട് കൂടിയിട്ട് അവർ പറയുന്ന രീതിക്ക് മാത്രമേ അത്തരത്തിലുള്ള വേസ്റ്റുകളെ നശിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ലോക്കലിന്റെയും സ്റ്റേറ്റിന്റെയും ഫെഡറൽ റെഗുലേഷൻസ് അവരുടെയൊക്കെ നിയമ നടപടികൾക്ക് അല്ലെ നമ്മുടെ സംസ്ഥാനത്തിന്റെയും അല്ലെങ്കിൽ നമ്മുടെ ലോക്കൽ ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയും അവരുടെ പെർമിഷനും അവരുടെ നിയമങ്ങൾക്കൊക്കെ വിധേയമായിട്ട് തന്നെയായിരിക്കണം അത്തരത്തിലുള്ള ഹസാർഡ് വേസ്റ്റുകളെല്ലാം കൈകാര്യം ചെയ്യാൻ വേണ്ടി. Then report the spill. അതായത് നമുക്കറിയാം ഏറ്റവും ലാസ്റ്റിൽ ഇത്തരത്തിലുള്ള വേസ്റ്റുകളൊക്കെ വരുമ്പോൾ നമുക്കറിയാം ഏത് നല്ല ഒരു പ്രൊസീജിയേഴ്സിലൂടെ നടപടിക്രമത്തിലൂടെ കൂടെ മാത്രമേ ഇത് കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എന്താണ് ആഫ്റ്റർ എന്തെങ്കിലും ലീഗൽ ഇഷ്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് എവിഡൻസ് വേണം അല്ലെ, തെളിവ് വേണം. ഇന്ന സ്റ്റെപ്പുകൾ എടുത്തിട്ടാണ് ഇത്തരത്തിലുള്ള അപകടകരമായ വേസ്റ്റിനെ ഞങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കാണിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ എന്താണ് spill should be intimated to the concerned person for a documentation and investigation. ഒരു ഡോക്യുമെന്റ് ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടത്തിയതിനു ശേഷം തയ്യാറാക്കി റിപ്പോർട്ട് ഏതാണോ കൺസേൺഡ് പേഴ്സൺ ആരാണോ ആ പേഴ്സണ് വഴി നമ്മൾ റിപ്പോർട്ട് തയ്യാറാക്കും. എങ്ങനെയാണ് എന്തായാലും നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റില് കൈകാര്യം ചെയ്യുന്നത് നമ്മൾ വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? കണ്ടെയ്ൻ ദ സ്പില്ല് എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും അല്ലെ നമുക്ക് ആ ഒരു ഭാഗത്ത് ഉള്ള ഭാഗത്തെ വേസ്റ്റ് അത്രയും നമുക്ക് വലിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള പാഡുകൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അതിലങ്ങനെ ഉദ്ദേശിക്കുന്നത്. യൂസ് അബ്സോർബന്റ് മെറ്റീരിയൽ സച്ച് ആസ് സ്പിൽ കിറ്റ്സ് ടു കണ്ടെയ്ൻ ദ സ്പില്ല് ആൻഡ് പ്രിവെന്റ് ഇറ്റ് ഫ്രം സ്പ്രെഡിങ്. അതായത് അവിടെയുള്ള വേസ്റ്റ് മുഴുവനും തന്നെ വലിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള പാഡുകൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും അബ്സോർബന്റ് മെറ്റീരിയൽ ഉപയോഗിക്കാം. വലിച്ചെടുക്കാൻ ആഗീരണം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള മെറ്റീരിയൽസ് ഉപയോഗിക്കുക. പിന്നെ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കളെല്ലാം തന്നെ എന്താണ് ഫുഡ് ദ മെറ്റീരിയൽസിന്റെ ലേബിൾഡ് ഹസാർഡ് ബാഗ്സ് ഓർ കണ്ടെയ്നർ ഫോർ ഡിസ്പോസൽ. അത് നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് തന്നെ ലേബിൾഡ് ഹസാർഡ് ബാഗ്സ് കണ്ട് പറഞ്ഞിരിക്കുന്ന ലേബൽ ചെയ്ത് വച്ചിരിക്കുന്ന അപകടകരമായ വേസ്റ്റ് ലേബൽ ചെയ്തിരിക്കുന്ന കണ്ടെയ്നർ ബോക്സിൽ തന്നെ നിക്ഷേപിക്കുക എന്നുള്ളത്. ക്ലിയർ ആയോ? നെക്സ്റ്റ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാമോ?
ഓക്കെ. നെക്സ്റ്റ് എന്താണ്? ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ വില്ലേജ് വേസ്റ്റ്. അതായത് നമ്മളിപ്പോ എല്ലാ തരത്തിലുള്ള വേസ്റ്റുകളെയും 7 ടൈപ്പിലുള്ള വില്ലേജ് വേസ്റ്റ് ആണ് നമ്മളിപ്പോ പഠിച്ച് തീർത്തത്. അതിലെന്താണ് നമ്മൾ കണ്ടത്? ഫസ്റ്റ് വൺ എന്താണ്? നമ്മുടെ ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് അല്ലെ? ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ്, വില്ലേജ് വേസ്റ്റ് തുടങ്ങിയിട്ടുള്ളതാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. അതിൽ പറയുന്ന റിപ്പീറ്റേഷൻ പോയിന്റ്സ് ഒക്കെ തന്നെയാണ് മിക്ക വില്ലേജ് വേസ്റ്റിലും നമ്മൾ വരുന്നത്. ചിലതിന് ഹസാർഡ് വേസ്റ്റ് എന്നുള്ളതിന് ലേബൽ ചെയ്ത് തന്നെ പറയുന്നുണ്ട്. പിന്നെ നമുക്കറിയാം ചില സൊല്യൂഷൻസ്, അത് ചില ഇതിന് സ്പെഷ്യൽ ആയിട്ട് ചില സൊല്യൂഷൻസ് ഉപയോഗിച്ചാണ് അത്തരത്തിലുള്ള വേസ്റ്റ് കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള വില്ലേജ് വേസ്റ്റുകളുടെ ആ ഒരു കൈകാര്യ രീതിയാണ് ഇതുവരെയും നമ്മൾ നോക്കിയിരുന്നത്. നെക്സ്റ്റ് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ വില്ലേജ് വേസ്റ്റ്. അത് എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യാൻ വേണമെന്നുള്ളത് നമുക്കറിയാലോ. ചില വില്ലേജ് വേസ്റ്റ് ഒക്കെ സംഭവിക്കുന്നത് ചില പ്രത്യേക സാഹചര്യങ്ങളിലൊക്കെയാണ്. അപ്പൊ ആ സാഹചര്യങ്ങളൊന്നും ചിലപ്പോൾ മുൻകൂട്ടി പ്രവചിക്കാൻ സാധിക്കില്ല. പക്ഷെ മുൻകരുതലുകളിൽ എടുക്കേണ്ടതായിട്ടും വരും അല്ലെ? നമുക്ക് സംഭവിക്കുമെന്ന് ഒരിക്കലും ഉറപ്പുണ്ടാവണമെന്നില്ല. പക്ഷെ മുൻകരുതലായിട്ട് അത് ചിന്തിക്കേണ്ടതായിട്ടൊക്കെ വരും. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ട്രെയിനിങ്ങും കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ പറയുന്നത്. എന്താണ്? Here are some important aspects of training and education for village waste management. ഹോസ്പിറ്റലിലെ വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റുമായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ട്രെയിനിങ്ങിനെ കുറിച്ചിട്ടാണ് പ്രതിപാദിക്കുന്നത്. ഫസ്റ്റ്, ഐഡന്റിഫിക്കേഷൻ ഓഫ് വില്ലേജ് വേസ്റ്റ്. അതായത് നമുക്കറിയാം പലതരത്തിലുള്ള വില്ലേജ് വേസ്റ്റിനെ കുറിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കി. അപ്പൊ ആദ്യം തന്നെ എന്താണ്? ഐഡന്റിഫൈ ചെയ്യണം ഏത് വില്ലേജ് വേസ്റ്റ് ആണ്. Proper training should be given to the health workers to identify various types of village waste and the related risk and dangers. അതായത് ഒരു വില്ലേജ് വേസ്റ്റിന് ഇത്തരത്തിലുള്ള റിസ്കുകൾ ഉണ്ട് എന്നും ഇത് എന്താണ്, ഏത് തരത്തിലുള്ള വില്ലേജ് വേസ്റ്റ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അത് എന്താണ് എല്ലാവർക്കും തന്നെ മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഐഡന്റിഫിക്കേഷൻ ഓഫ് വില്ലേജ് വേസ്റ്റ്. Proper training should be given to the health workers. എല്ലാ വർക്കേഴ്സിനും കൊടുക്കണം. To identify the various types of village waste and the related risk and dangers. അതുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ എന്താണ്, അതല്ലെങ്കിൽ എന്തൊക്കെ അപകടകരാണ് ഒളിഞ്ഞിരിക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കണം. Then second one, handling and disposal procedure. ഇത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് അല്ലെ? അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളാണ് ഇതിൽ പറയുന്നത്. Proper training should be given to the health workers handling and disposal procedure for each type of village waste. അതായത് നല്ലൊരു ട്രെയിനിങ് എല്ലാവർക്കും തന്നെ നമ്മൾ കൊടുത്തിരിക്കണം. ഇന്ന വേസ്റ്റുകളാണ് സംഭവിക്കുന്നതെങ്കിൽ ഇന്ന രീതികളാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതിനുള്ള ഒരു ട്രെയിനിങ്ങുകളൊക്കെ കൊടുത്തിരിക്കണം. This consists of the use of a personal protective equipment, containment of the spill, and proper disposal of the waste. അതായത് നമുക്കറിയാം ചില വില്ലേജ് വേസ്റ്റ് ഒക്കെ വരുമ്പോൾ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ആയ ഇന്ന വസ്തുക്കളൊക്കെ ധരിച്ച് കയറ്റി പോകുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സുകളാണ് ഓരോ ഇതിലുള്ളത്, ഓരോ വില്ലേജ് വേസ്റ്റും ഉള്ളത്. അതല്ലെങ്കിൽ അത് എങ്ങനെ എന്താണ് കണ്ടെയ്ൻമെന്റ് ഓഫ് സ്പില്ല്. അപ്പൊ ഏത് തരത്തിലുള്ള അബ്സോർബന്റ് പാഡുകൾ ഉപയോഗിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള വേസ്റ്റുകൾ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുക. പിന്നെ ഇതെങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യുന്നത്, ഏതൊക്കെ സ്ഥലങ്ങളിൽ അല്ലെ? നമുക്കറിയാം കാണുന്ന വേസ്റ്റ് ബിന്നുകളൊന്നും എല്ലാവരും കൂടുതൽ നിക്ഷേപിക്കാൻ പാടില്ല അല്ലെ? ചിലതൊക്കെ ബയോ വേസ്റ്റിനോ അല്ലെങ്കിൽ ഡേഞ്ചറസ് വേസ്റ്റിനോ അങ്ങനെയൊക്കെ പ്രത്യേകം ലേബൽ ചെയ്തിരിക്കുന്ന വേസ്റ്റ് ബിന്നിലാണ് നമ്മൾ നിക്ഷേപിക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കൊടുക്കണം. Then response plan. എന്താണ് റെസ്പോൺസ് പ്ലാൻ എന്ന് പറയുന്നത്? ഹോസ്പിറ്റൽ മസ്റ്റ് മെയിൻറ്റെയിൻ എ റെസ്പോൺസ് പ്ലാൻ ഇൻ എ പ്ലേസ് ഫോർ എ വില്ലേജ് ഇൻസിഡന്റ്. ഇത്തരത്തിലുള്ള ഈ ഇൻസിഡൻസ് സംഭവങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഹോസ്പിറ്റലുകാര് ഒരു റെസ്പോൺസ് പ്ലാന് ആ പ്ലേസിൽ തന്നെ തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കണം. And their workers should be given training in the step of the response plan. റെസ്പോൺസ് പ്ലാൻ വഴിയുള്ള ട്രെയിനിങ് എല്ലാം ഇവർക്ക് നേരത്തെ നമ്മളിപ്പോ വലിയ വലിയ സ്ഥാപനങ്ങളിലൊക്കെ ചിലപ്പോ ഒരു തീപിടുത്തം ഉണ്ടായാൽ എങ്ങനെ നിങ്ങൾ അതിനെ കൈകാര്യം ചെയ്യുന്നൊക്കെ നേരത്തെ കൂട്ടി ഒരു ട്രെയിനിങ് ഒക്കെ കൊടുക്കും അല്ലെ? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ചിലപ്പോ ഇൻഡസ്ട്രികളിലൊക്കെ നമുക്കറിയാം ചിലപ്പോ എന്താണ് ഇതിന് ചാൻസ് ഉണ്ട് അല്ലെ? എന്തെങ്കിലും അല്ലെ തീപിടുത്തം വരാനായിട്ടുള്ള ചാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നേരത്തെ കൂട്ടി അതിനൊരു ട്രെയിനിങ് കൊടുക്കും. എന്ന് പറഞ്ഞ മാത്രമേ ഹോസ്പിറ്റലിലും ഇങ്ങനത്തെ വേസ്റ്റുകൾ വരും. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഇന്ന അപകടാവസ്ഥകൾ തരണം ചെയ്യേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഹെൽത്ത് കെയർ വർക്കേഴ്സിന് ട്രെയിനിങ് കൊടുത്തിരിക്കണം. ഹെൽത്ത് കെയർ വർക്കേഴ്സ് ഷുഡ് ബി ഗിവൻ ട്രെയിനിങ് ഇൻ ദ സ്റ്റെപ്സ് ഓഫ് ദ റെസ്പോൺസ് പ്ലാൻ. That includes who to contact, how to contain spill,
ആൻഡ് ഹാവ് ടു ക്ലിയർ ആൻഡ് ഡിസ്കാർഡ് ദ വേസ്റ്റ്. അതായത് നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും സ്പില്ലേജ് വേസ്റ്റ് സംഭവിച്ചാൽ ആരെ അറിയിക്കണം, അത് ആരെയാണ് നമ്മൾ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യേണ്ടത്. ഹൗ ടു കണ്ടെയ്ൻ ദ സ്പിൽ, അതെ എത്തരത്തിലുള്ള സംഭവങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ആ സ്പില്ലേജ് വേസ്റ്റ് നമുക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് ഹൗ ടു ക്ലിയർ, അവിടെ എന്തൊക്കെ സൊല്യൂഷൻസ് ഉപയോഗിച്ചിട്ടാണ് ആ ഭാഗം ക്ലിയർ ചെയ്തെടുക്കാൻ സാധിക്കുന്നത് അല്ലെ. നമുക്കറിയാം അവിടെ ഡിസിൻഫെക്ടന്റ് അല്ലെ നമുക്ക് അണുവിമുക്തമാക്കേണ്ടതുണ്ട്. ഹോസ്പിറ്റൽ ആയതുകൊണ്ട് അണുക്കള് ധാരാളം വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാം സാംക്രമിക അല്ലെ ഇൻഫെക്ഷൻ വരാനായിട്ടുള്ള രോഗകാരണങ്ങളായ അണുക്കൾ ഉണ്ടാവും. അപ്പൊ അതിനെ എന്തായാലും നമുക്ക് ക്ലിയർ ചെയ്തെടുക്കണം, അത് ക്ലീൻ ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പൊ അതിനുപയോഗിക്കേണ്ട മെറ്റീരിയൽസ് എന്താണ്, ആൻഡ് ഹൗ ടു ക്ലിയർ ആൻഡ് ഡിസ്കാർഡ് ദ വേസ്റ്റ്. ഇത് ഉപയോഗിച്ചിരിക്കുന്ന ഈ വേസ്റ്റിന് വേണ്ടിയിട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഈ മെറ്റീരിയൽസ് എല്ലാം എവിടെ ഏത് വേസ്റ്റ് പിന്നിലൊക്കെ നിക്ഷേപിക്കണം എന്നൊക്കെ ഉള്ള ഒരു നല്ല ട്രെയിനിങ് ഇവർക്ക് കൊടുത്തിരിക്കണം എന്നുള്ളത്. നെക്സ്റ്റ് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്കറിയാം ഈ കമ്മ്യൂണിക്കേഷൻ എല്ലാത്തിനും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലെ. നമുക്കറിയാം ആശയവിനിമയം വേണം. എന്ത് വേണമെങ്കിലും നമുക്കിപ്പോ സംഭവിച്ചു പോയെങ്കിലും നമ്മൾ സംസാരിക്കാതിരുന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് അപകടം കൂടുതലല്ലേ വരൂ. അപ്പൊ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എന്താണ്, നല്ല രീതിയിലുള്ള ആശയവിനിമയം നടത്തേണ്ടതായിട്ട് വരും. Communication is necessary for successful village waste management. Proper training should be given to help the workers to communicate effectively with the other departments like environmental services to make sure that village waste is properly handled and discarded. അതായത് നമുക്കറിയാം സ്പില്ലേജ് വേസ്റ്റ് അല്ലെ, ഇത് നല്ല രീതിയിൽ തന്നെ കമ്മ്യൂണിക്കേഷനോട് കൂടിയിട്ട് നല്ല ആശയവിനിമയത്തോട് കൂടിയിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രോപ്പർ ട്രെയിനിങ് ഷുഡ് ബി ഗിവൻ ടു ഹെൽത്ത് വർക്കേഴ്സ് ടു കമ്മ്യൂണിക്കേറ്റ് എഫക്റ്റീവ്ലി. ഇത് എങ്ങനെയാണ് എല്ലാവരിലും അല്ലെ നല്ല രീതിയിലുള്ള ആശയവിനിമയം എങ്ങനെയാണ് നടത്താൻ പറ്റുന്നത് വിത്ത് ഈച്ച് അതർ ആൻഡ് അതർ ഡിപ്പാർട്ട്മെന്റ്സ് ലൈക്ക് എൻവയൺമെന്റൽ സർവീസ് ടു മേക്ക് ഷുവർ ദാറ്റ്. അതായത് നമുക്കറിയാം ഇത് ഹോസ്പിറ്റലിലെ അകത്ത് മാത്രമല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസ് ഒക്കെ വരാൻ സാധ്യത അല്ലെ. നമുക്ക് പുറത്ത് കൂടി എൻവയൺമെന്റിനെയും കൂടി ചിലപ്പോൾ ബാധിക്കാനായിട്ട് സാധ്യതയുണ്ടെങ്കിൽ എന്താണ്, അതുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തികളോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മൾ അതാണ് നേരത്തെ പറഞ്ഞത്, ചില വേസ്റ്റുകളെല്ലാം കൈകാര്യം ചെയ്യണമെങ്കിൽ എന്താണ് ചില ഗവൺമെന്റിന്റെ അല്ലെ, അതായത് ലോക്കൽ അല്ലെങ്കിൽ ഫെഡറൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അവരോടൊക്കെ ആശയവിനിമയം നല്ല രീതിയിൽ നടത്തേണ്ടതായിട്ട് വരും. അതൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത്. എന്താണ്, എഫക്റ്റീവ്ലി വിത്ത് ഈച്ച് അതർ ഡിപ്പാർട്ട്മെന്റ്സ് ലൈക്ക് എൻവയൺമെന്റൽ സർവീസ് ടു മേക്ക് ഷുവർ ദാറ്റ് വില്ലേജ് വേസ്റ്റ് പ്രോപ്പർലി ഹാൻഡിൽഡ് ആൻഡ് ഡിസ്കാർഡ്. നല്ല രീതിയിലാണ് ഇത് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. ഈ വേസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതിന്റെ നിർമ്മാർജ്ജനം എന്ന് പറയുന്നത് ഇന്ന രീതി സ്റ്റെപ്പുകൾ എടുത്ത് സാങ്ഷൻ മേടിച്ചതിന് ശേഷമാണ് കൈകാര്യം ചെയ്തിരിക്കുന്നതെന്നൊക്കെ നല്ലൊരു കമ്മ്യൂണിക്കേഷനോട് കൂടിയിട്ട് തന്നെ ചെയ്തു തീർക്കേണ്ട ഒരു കാര്യമാണ്. ലാസ്റ്റ് ഇപ്പൊ പറയുന്നത് എന്താണ്, റെക്കോർഡ്. ലാസ്റ്റിലല്ല, നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത് റെക്കോർഡ് കീപ്പിംഗ് എനഫ് ട്രെയിനിങ് ഗിവൻ ടു ഹെൽത്ത് വർക്കേഴ്സ് ഇൻ റെക്കോർഡ് കീപ്പിംഗ് പ്രൊസീജിയർ ഫോർ സ്പില്ലേജ് വേസ്റ്റ്. അതായത് സ്പില്ലേജ് വേസ്റ്റുമായി ബന്ധപ്പെട്ട റെക്കോർഡ്സ് നമ്മൾ കീപ്പ് ചെയ്യണമെന്ന് നേരത്തെ നമുക്കറിയാം അല്ലെ. ചില സ്പില്ലേജ് വേസ്റ്റ് ആണെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടത്തി അല്ലെ, അതിന്റെ പരിശോധനകളൊക്കെ നടത്തിയതിനു ശേഷം റെക്കോർഡുകളൊക്കെ കീപ്പ് ചെയ്ത് വെക്കണം. കാരണം ഇനി എന്തെങ്കിലും ആഫ്റ്റർ എന്തെങ്കിലും കേസുമായി ബന്ധപ്പെട്ട ലീഗൽ ഇഷ്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു എവിഡൻസ് വേണ്ടതും ആവശ്യമാണ്. അപ്പൊ അത്തരത്തിലുള്ള കീപ്പിംഗ്, റെക്കോർഡ്സിന്റെ കീപ്പിംഗ് ആണ് ഇവിടെ പറയുന്നത്. ട്രെയിനിങ് given to health workers in record keeping procedure for spillage waste. These consist of a documentation of the spill, the kind of waste, the handling and the disposal procedure used, and any follow-up action taken. ചിലപ്പോൾ നമുക്കറിയാം, ചിലപ്പോൾ ഒരു ദിവസത്തേക്ക് 2-3 ദിവസത്തേക്ക് ചിലപ്പോൾ ആ ഭാഗത്തേക്കൊക്കെ ഒന്നും എൻട്രൻസ് ഒക്കെ നിരോധിച്ചിരിക്കും മറ്റുള്ളവരുടെ പ്രവേശനമൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ സ്റ്റെപ്പുകൾ ഉണ്ടെങ്കിൽ സ്റ്റെപ്പായിട്ട് എങ്ങനെയൊക്കെയാണ് അത് കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ ആ വേസ്റ്റ് എങ്ങനെയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത് സ്റ്റെപ്പായിട്ട് തന്നെ നമുക്ക് ഡോക്യുമെന്റേഷൻ നടത്തി വെക്കേണ്ടതുണ്ട്. അതിനുള്ള ട്രെയിനിങ് എല്ലാം ഇവര് കൊടുത്തിരിക്കണമെന്നുള്ളത്. Record training given to health workers in a record keeping procedure for spillage waste. This consists of documentation of the spill, the kind of waste, the handling and the disposal procedure used, and any follow-up actions taken. എന്തെങ്കിലും ഫോളോ അപ്പ് ഒക്കെ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷനോ അല്ലെങ്കിൽ വീണ്ടും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് നടത്തിയിട്ടുണ്ടോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ റെക്കോർഡിൽ കീപ്പ് ചെയ്തിരിക്കണം. ഇതിലെന്താണ് ഓൺഗോയിങ് എഡ്യൂക്കേഷൻ. ഇതിലെന്താ പറയുന്നത്, സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ട്രെയിനിങ് ഷുഡ് ബി
continuous and modernized to reflect change in procedure, regulations and best practices. അതായത് നമുക്കറിയാം ഇത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ് ആണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തില് ഇതിനെ എങ്ങനെയാണ് നമുക്കിത് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളത് പുതിയ പുതിയ കാര്യങ്ങൾ ടെക്നിക്സുകളൊക്കെ ഉണ്ട് അല്ലെ, വേസ്റ്റുകളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ തരത്തിലുള്ള ട്രെയിനിങ് കൂടി നമ്മൾ ഓൺഗോയിങ് ആയിട്ട് നമ്മൾ പിന്നെയും പഠിച്ചുകൊണ്ടിരിക്കണം. വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ട്രെയിനിങ് ഷുഡ് ബി കണ്ടിന്യൂസ് ആൻഡ് മോഡർണൈസ്ഡ്. അതാണ് മോഡർണൈസ്ഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്കറിയാലേ പണ്ട് കാലത്ത് തുടച്ചിരുന്ന ഒരു രീതിയല്ല പിന്നീട് അല്ലെ, ഹൗസ് ആണെങ്കിലും ബാക്കിയുള്ള പ്ലേസുകളാണെങ്കിലും കൃത്യമായിട്ട് എന്താണ് നമുക്കറിയാം ടെക്നിക്കലായിട്ടുള്ള കൂടുതലും കൂടി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നതോട് കൂടിയിട്ട് കുറച്ചും കൂടി മോഡർണൈസ്ഡ് ആയിട്ടുള്ള രീതികൾ ഉപയോഗിച്ചിട്ടാണ് എല്ലാ ക്ലീനിങ് പർപ്പസ് ഒക്കെ നടക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള എന്തെങ്കിലും അഡോപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഹോസ്പിറ്റലാണെങ്കിലും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് മോഡർണൈസ്ഡ് ടു റിഫ്ലക്ട് ചേഞ്ച് in procedures, regulations and best practices. കേസ് അതേമാതിരി തന്നെ നടപടിക്രമങ്ങളിൽ ചിലപ്പോൾ ഭേദഗതികൾ വരാന്നിരിക്കാം. അപ്പൊ അതെല്ലാം നോട്ട് ചെയ്തിട്ടായിരിക്കണം ഇത്തരത്തിലുള്ള വേസ്റ്റ് കൈകാര്യം ചെയ്യേണ്ടത്. അതാണ് ഓൺഗോയിങ് എഡ്യൂക്കേഷനിൽ പ്രത്യേകം പറയുന്നത്. ലാസ്റ്റില് effective training and education of forest village waste management will minimize the risks and hazards related with this village waste in hospitals and make sure the safety of healthcare workers, patients and the environment. നമുക്കറിയാം വേസ്റ്റ് അത് വരുമ്പോൾ നമ്മളെ പ്രിക്കോഷൻസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് എന്തുകൊണ്ടാവും നമ്മുടെ ആരോഗ്യത്തെ, അതായത് വർക്കേഴ്സ് ഹോസ്പിറ്റലിൽ ഉള്ള ഹെൽത്ത് വർക്കേഴ്സിന്റെ ആരോഗ്യത്തെ, അതേമാതിരി പേഷ്യൻസിന്റെ ആരോഗ്യത്തെ, അതേമാതിരി ചുറ്റുപാടുമുള്ള കാലാവസ്ഥാപരമായിട്ടുള്ള രീതിക്കും എൻവയോൺമെന്റിനും എന്താണ് പൊല്യൂഷൻസ് ഒന്നും ഉണ്ടാവാത്ത തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നല്ല രീതിയിലുള്ള വേസ്റ്റ് പ്രിക്കോഷൻസ് ഒക്കെ എടുക്കുന്നത്. ഇതിൽ പറയുന്നത് എന്താണ്? എഫക്റ്റീവ് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് will minimize the risk and hazard related with this village waste in hospitals. ഹോസ്പിറ്റലിന്റെ റിസ്കുകൾക്ക് അല്ലെങ്കിൽ അപകടകരമായ അവസ്ഥകൾക്ക് ഒരു ചെറിയ രീതിയിലുള്ള ഒരു കൺട്രോളിങ് കിട്ടും അല്ലെ, മിനിമൈസ് ചെയ്യാൻ പറ്റും. അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് എന്താണ് വില്ലേജ് വേസ്റ്റ് വന്ന് സംഭവിച്ചു കഴിഞ്ഞാലും നല്ല രീതിയിലുള്ള മാനേജ്മെന്റ് സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നെങ്കിൽ എന്താണ് മിനിമൈസ് ദ റിസ്ക് ആൻഡ് ഹാസാർഡ്സ് റിലേറ്റഡ് വിത്ത് ദിസ് വില്ലേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽ ആൻഡ് മേക്ക് ഷുവർ ദ സേഫ്റ്റി ഓഫ് ഹെൽത്ത് വർക്കേഴ്സ്. അങ്ങനെ മിനിമൈസ് ചെയ്യുന്നതോടൊപ്പം തന്നെ എന്താ ഉപകാരപ്പെടുക? വർക്കേഴ്സിന്റെ സേഫ്റ്റി അല്ലെങ്കിൽ പേഷ്യൻസിന്റെ ആരോഗ്യത്തിനെയും പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ എൻവയോൺമെന്റിനെയും ചുറ്റുപാടുകളെ നല്ല രീതിയിൽ കാത്തു സൂക്ഷിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ക്ലിയർ ആയോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. നെക്സ്റ്റ് ക്ലാസ് വരുമ്പോൾ നിങ്ങൾ നമുക്ക് 2 പേജസ് എടുക്കാനുണ്ടാവും. തുടങ്ങി വെച്ചാൽ തന്നെ ഉണ്ടാവുള്ളൂ. എന്നാലും നിങ്ങൾ ഡയറക്ടറി സർവീസസ് ഒക്കെ ആരെടുത്തിട്ടുണ്ടാവില്ലല്ലോ. ഡയറക്ടറി സർവീസസ് എടുത്തോ? ഇല്ല. അപ്പൊ ആ ഒരു ചാപ്റ്റർ നിങ്ങൾ ഒന്ന് എഴുതി വെച്ചേക്കാം. ഇതിനോടൊപ്പം തന്നെ എടുക്കാൻ പറ്റുവാണെങ്കിൽ ജസ്റ്റ് ഒരു പേജിന്റെ എന്തെങ്കിലും സ്റ്റാർട്ടിങ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതെടുക്കാം. അപ്പൊ അതും കൂടി ഒന്ന് ഓർമ്മയിൽപ്പെടുത്തിയേക്കുന്നതാണ്. വില്ലേജ് വേസ്റ്റ് നമുക്ക് എന്തായാലും നെക്സ്റ്റ് ക്ലാസ്സോടുകൂടി തീർക്കാൻ സാധിക്കും. കൂടെ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഡയറ്ററി സർവീസും കൂടി എഴുതി വെക്കാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. തുടങ്ങി വെക്കാം. ഈ ടോപ്പിക്കിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതും പ്രധാനമായിട്ടും വ്യത്യസ്ത തരത്തിലുള്ള വില്ലേജ് വേസ്റ്റുകൾ ഉണ്ടല്ലോ. അപ്പം
അതുമായി ബന്ധപ്പെട്ട് പിന്നെ എന്താണ് കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഓരോന്ന് സെപ്പറേറ്റ് ഇത് ഡൗട്ടാണോന്ന് അറിയില്ല കേട്ടോ. കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. കെമിക്കൽ സ്പില്ലേജ് ഓക്കെ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇതില് ചോദ്യങ്ങള് എങ്ങനെയാണ് ചോദിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് നിങ്ങൾ ഇങ്ങനെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് അതൊക്കെ എന്തൊക്കെയാണ് ധരിക്കണേ എന്നുള്ള കാര്യമൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ ഇതിൽ എടുക്കുന്ന ആക്ഷൻസിൽ പ്രധാനമായിട്ടും ലാസ്റ്റ് റിപ്പോർട്ട് ദ സ്പില്ലാണോ, പിന്നെ ചില കേസുകളിലൊക്കെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഏതാണ് എടുക്കുന്നത്, എന്താണ് വെക്കേറ്റഡ് ഏരിയ ആണോ, ഇൻഫോം ചെയ്യുക എന്നാണ്. ചിലതിലൊക്കെ നമുക്കറിയാം ചില കേസുകളിലൊക്കെ പ്രധാനമായിട്ടും ഐഡന്റിഫൈ ചെയ്യാനായിരിക്കും എത്രത്തോളം സ്പില്ലേജ് സംഭവിച്ചു. മെർക്കുറി ഇപ്പോ നമുക്കറിയാം കെമിക്കലിലൊക്കെ ആണെങ്കിൽ എന്താണ് എത്രത്തോളം സ്പില്ലേജ് സംഭവിച്ചു എന്നുള്ളത്, അത് മൈനർ ആണോ മേജർ ആണോ എന്ന് ആദ്യം തന്നെ ഐഡന്റിഫൈ ചെയ്യേണ്ടതൊക്കെ. അതേമാതിരി തന്നെ ചിലതിലൊക്കെ വ്യത്യസ്തമായ രീതിയിലൊക്കെ ആയിരിക്കും എവാലുവേറ്റ് സോൺ ലൈക്ക് മൈനർ ഓർ മേജർ സ്പില്ലാണ് എന്താണ് കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് നമുക്ക് ഫസ്റ്റ് വൺ കണ്ടത്. ഇനി നെക്സ്റ്റ് ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റ് ആണെങ്കിൽ എന്താണ് നമുക്ക് അറിയാം അത് വേസ്റ്റ് കണ്ടെത്തി കഴിയുമ്പോൾ തന്നെ എന്താണ് പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ഒക്കെയാണ് ധരിക്കുന്നത്. അപ്പൊ അങ്ങനെ ചില സ്പില്ലേജ് വേസ്റ്റിലൊക്കെ എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. ലാസ്റ്റ് ഓട്ടം എന്താണ് റിപ്പോർട്ട് സ്പില്ലിൽ എന്താണ് മീൻ ചെയ്യുന്നതെന്നൊക്കെ ഉള്ള കാര്യം ശ്രദ്ധിക്കാം. പിന്നെ അതിന്റെ ചെറിയ ഒരു ഇതൊക്കെ ഉണ്ടെങ്കിൽ അതായത് PPE അല്ലെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് അതൊക്കെ ആണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. പിന്നെ എന്താണ് ഹസാർഡ്സ് കണ്ടെയ്നേഴ്സ് എന്താണ് അത്, പിന്നെന്താണ് നമുക്കറിയാം ചില ഇതുകളൊക്കെ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യണമെങ്കിൽ ചിലരുടെ റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും. അത് ആരുടെയൊക്കെയാണ് ഫോളോ ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരിക എന്നുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള സാധാരണ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തി തരാറ്. പൊതുവെ നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതനുസരിച്ചിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. അപ്പൊ നമുക്ക് എന്താണ് കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് ഒരു ഡൗട്ട് വന്നിട്ടുണ്ട്, അതൊന്ന് ക്ലിയർ ചെയ്യാം. ബാക്കിയുള്ള ഭാഗം അപ്പോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അല്ലെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എടുക്കേണ്ടതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് പറയാട്ടോ. നമ്മൾക്ക് ഉള്ള ഭാഗം എന്ന് പറയുന്നത് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ആൻഡ് കംപ്ലൈൻസ് ഫോർ സ്പില്ലേജ് വേസ്റ്റും എമർജൻസി ട്രാൻസ്ഫർ രണ്ടും നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് വരാം. പിന്നെ ഡയറ്ററി സർവീസ് പറ്റുമെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് വെക്കാം, അതിന് കൊണ്ട് അവസാനിക്കാൻ പറ്റുമെങ്കിൽ അത് നോക്കാം. അപ്പൊ നമുക്ക് എന്താണ് നമ്മുടെ കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റിലേക്ക് നോക്കാം. ഞാൻ നോക്കാം. ഓക്കെ, കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റില് എന്താണ് പറയുന്നത്? അതിൽ പറയുന്നത് എവാലുവേറ്റ് ദ സ്റ്റേജ് സോൺ ലൈക്ക് മൈനർ ഓർ മേജർ സ്പില്ല്. അതായത് ആദ്യം നമ്മൾ കണ്ടെത്തണം എന്താണ് മൈനർ ആണോ ചെറിയ രീതിയിലുള്ള കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് ആണ് സംഭവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് ആണ് സംഭവിച്ചിരിക്കുന്നതെന്ന് ആദ്യം തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. നമുക്കറിയാം വലുതാണെങ്കിൽ അത്രയും അപകടമുണ്ട് ആ ഏരിയയിൽ നിന്ന്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ തന്നെ ഒരു വലിയ ഭാഗത്തു നിന്ന് ചിലപ്പോൾ ആൾക്കാരെ എത്രയും പെട്ടെന്ന് വെക്കേറ്റ് ചെയ്ത് ഒരു ഭാഗത്തേക്കൊക്കെ മാറ്റേണ്ടതായിട്ട് വരും. അപ്പൊ ചെറിയ രീതിയിലുള്ള കെമിക്കൽ സ്പില്ലേജ് ആണോ വലിയ രീതിയിലുള്ളതാണോ എന്നുള്ളത് ആദ്യം തന്നെ ഐഡന്റിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. എവിക്ട് ദ ഏരിയ, ഇതിൽ പറയുന്നത് എവിക്ട് ദ ഏരിയ എന്ന് പറയുന്നത് നമ്മൾ കുടിയൊഴിപ്പിക്കുക അല്ലെങ്കിൽ മൊത്തത്തിൽ മാറ്റുക, ആ ഭാഗത്തുനിന്ന് എല്ലാവരെയും തന്നെ എത്രയും പെട്ടെന്ന് മാറ്റുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. If the spill is important, evict the area and call emergency services.
അപ്പൊ എത്രയും പെട്ടെന്ന് എല്ലാവരും മാറ്റേണ്ടതായത് കൊണ്ട് പെട്ടെന്ന് തന്നെ എമർജൻസി സർവീസിനെ കോൺടാക്ട് ചെയ്യുകയും എല്ലാവരും തന്നെ മാറ്റുകയും ചെയ്യും. പ്രധാനമായിട്ടുള്ള ഒരു സ്പില്ലേജ് ലിസ്റ്റ് ആണ് അല്ലെ, അത് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ എല്ലാവരും മാറ്റുക എന്ന് പറയുന്നത്. ദെൻ വെയർ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, നമുക്കറിയാം അവിടെ പോകുന്നവര് നമുക്ക് ഹെൽത്തിന് വളരെയധികം പ്രൊട്ടക്ഷൻ കൊടുക്കണം അല്ലെ, അല്ലെങ്കിൽ ഹെൽത്തിന് അവിടെ ഇപ്പൊ ആര് തന്നെയാണ് ചിലപ്പോ എന്താണ് സംഭവിക്കുന്നതെന്ന് നോട്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഏതെങ്കിലും പേഴ്സൺ അവിടെ ചുമതലപ്പെടുത്തുന്നത്. പക്ഷെ ആ വ്യക്തിയാണെങ്കിൽ കൂടി അവർക്ക് അവരുടെ ഒരു പ്രൊട്ടക്ഷൻ കീപ്പ് ചെയ്യേണ്ടതുണ്ട്, അവരുടെ ആരോഗ്യത്തിനെ അവർക്ക് കീപ്പ് ചെയ്യേണ്ടത് ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ആയിട്ടുള്ള ഗ്ലൗസുകളും ഗൂഗിൾസുകളും, അറിയാം ആരോഗ്യത്തിനെ ബാധിക്കാത്ത തരത്തിലുള്ള ഗൂഗിൾസ്, അതായത് കട്ടികൂടിയ കണ്ണടകളൊക്കെ ധരിക്കുക. ആൻഡ് റെസ്പിറേറ്റേഴ്സ്, മാസ്കുകൾ അല്ലെ, ഒരു തരത്തിലും നമുക്ക് അവിടെ നിന്നുള്ള കെമിക്കൽസ് ശ്വസിച്ചു കഴിഞ്ഞാൽ ശ്വാസ സംബന്ധമായ അസുഖങ്ങൾ വരാൻ സാധ്യത കൂടുതലുള്ളത് കൊണ്ട് അത്തരത്തിലുള്ള പ്രൊട്ടക്ഷൻ കിട്ടുന്ന തരത്തിലുള്ള റെസ്പിറേറ്റേഴ്സ്, മാസ്ക് ഉപയോഗിക്കുക. ബിഫോർ ഗോയിങ് ടു ദ സ്പീഡ് ടു അവോയ്ഡ് കണക്ഷൻ വിത്ത് ദ കെമിക്കൽ ആൻഡ് അവോയ്ഡ് ഇൻഹാലേഷൻ ഓഫ് കെമിക്കൽ സ്മോക്ക്. അതായത് ശ്വസനമാണ് അതിലെ ഇൻഹാലേഷൻ എന്ന് പറയുന്നത്. എന്താണ് കെമിക്കൽ സ്മോക്ക്, അത് അപകടമായതുകൊണ്ട് തന്നെ അവിടെ നിന്ന് കെമിക്കൽസ് ഒരിക്കലും ശ്വസിക്കാതിരിക്കാനായിട്ടുള്ള ശ്രദ്ധ കേന്ദ്രീകരിക്കും. Then contain the spill. നമുക്കറിയാം contain the spill എന്താ പറയുന്നത്, യൂസ് absorbent material such absorbent pads to contain the spill and prevent it from spreading. അതായത് നമ്മളെപ്പോഴും അവിടെ ഏത് തരത്തിലുള്ള വേസ്റ്റ് ആണെങ്കിലും ആ വേസ്റ്റ് ചെറിയ രീതിയിലുള്ള ഒരു എങ്കിൽ എന്താണ് ആ ഭാഗം എങ്ങനെയെങ്കിലും ആ വേസ്റ്റ് ക്ലീൻ ചെയ്യണം. അപ്പൊ അത് തരത്തിലുള്ള ഒരു കെമിക്കൽ വേസ്റ്റ് ആണ് സംഭവിച്ചെങ്കിൽ അത് അത്തരത്തിലുള്ള കെമിക്കൽസ് എത്രത്തോളം മൈനർ ആണോ ചെറുതാണെങ്കിൽ അത് വലിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള യൂസ് അബ്സോർബന്റ് മെറ്റീരിയൽസ് ആണ് ഉപയോഗിക്കുക. സച്ച് അബ്സോർബന്റ് പാഡ്സുകൾ, സാധാരണയായിട്ട് അത് വലിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള പാഡുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആ വേസ്റ്റ് ആഗിരണം ചെയ്തെടുക്കുക. To contain the spill and prevent it from spreading, സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കുക. Place the materials in a labeled dangerous waste bag of the container for discarding. അതായത് ഇത്തരത്തിൽ നമ്മൾ വേസ്റ്റ് കൈകാര്യം ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം എന്താണ് കൃത്യമായി തന്നെ ലേബൽ ചെയ്തിരിക്കുക. ഡേഞ്ചറസ് വേസ്റ്റ് ബാഗ് എന്ന് എഴുതി അല്ലെ ലേബൽ ചെയ്ത് വെച്ചിരിക്കുന്ന അതേ കണ്ടെയ്നറിൽ തന്നെ നിക്ഷേപിക്കുക. Clean up the spill. അതിലെന്താണ് ക്ലീൻ ചെയ്യാൻ പറയുന്നത്, യൂസ് suitable spill kits or a stick to the manufacturers, directives for the exact use of absorbent materials to clean up the spill. അതായത് നമുക്കറിയാം ആ ഭാഗത്തേക്കൊക്കെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് ചിലപ്പോൾ മാനുഫാക്ചേഴ്സ് അത് അത്തരത്തിലുള്ള വേസ്റ്റ് പാഡുകളൊക്കെ കൈകാര്യം ചെയ്യുന്നതോടൊപ്പം തന്നെ മാനുഫാക്ചേഴ്സ് അതിന്റെ ഉത്പാദകര് എന്താണ് ചില ഡയറക്ഷൻസ് അതിനോടൊപ്പം തന്നെ കൊടുത്തിട്ടുണ്ടാവും. അവര് പറയുന്ന രീതിയിൽ തന്നെ അബ്സോർബന്റ് മെറ്റീരിയൽസ് ആ പാഡുകളെല്ലാം ഉപയോഗിക്കുക. Then be cautious in order to spread the chemical at the time of cleaning. അപ്പൊ നമ്മളെപ്പോഴും കോഷ്യസ് ആയിരിക്കണം എന്ന് വെച്ചാൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. എന്താണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നതോടൊപ്പം മറ്റ് ഭാഗത്തേക്കൊന്നും ഈ തരത്തിലുള്ള വേസ്റ്റ് സ്പ്രെഡ് ചെയ്തു പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കാൻ. Then dispose the waste. All materials that are coming into contact with the chemical should be thrown away as a dangerous waste into labeled bags or കണ്ടെയ്നേഴ്സ്. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് അല്ലെ, നമ്മൾ ക്ലീൻ ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് ഒന്നും വെറുതെ അവിടേക്കും ഇവിടേക്കും അലക്ഷ്യമായിട്ട് വലിച്ചെറിയാൻ പാടില്ല. അത് ഡേഞ്ചറസ് ആണ്, അപകടകരമാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ലേബിൾഡ് ബാഗ്സ് ഓർ കണ്ടെയ്നേഴ്സ് ഡേഞ്ചറസ് എന്ന് ലേബിൾ ചെയ്തിരിക്കുന്ന ബാഗ്സിലോ കണ്ടെയ്നേഴ്സിലോ നിക്ഷേപിക്കുക. Then adhere to local, state and federal regulations for the disposal of a dangerous waste. അതായത് ഇത്തരത്തിലുള്ള വേസ്റ്റുകളെ നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ട് എന്താണ് ലോക്കൽ നമുക്കറിയാം ആ ഭാഗത്തുള്ള പഞ്ചായത്ത് അല്ലെങ്കിൽ എന്താണോ അത് അവരുടെ അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ നമ്മുടെ സംസ്ഥാനത്തിന്റെയും അതേമാതിരി തന്നെ ഭരണപരമായിട്ടുള്ള എന്തെങ്കിലും നിയമ നടപടികൾക്ക് വിധേയമാകേണ്ടതുണ്ടെങ്കിൽ അത്തരത്തിലുള്ള നിയമങ്ങൾക്ക് വിധേയമാക്കി മാത്രമേ ഇത്തരത്തിലുള്ള ഡേഞ്ചറസ് വേസ്റ്റ് നശിപ്പിച്ച് കളയാൻ പാടുള്ളൂ. And report the spill. Report the spill എന്താ പറയുക, spill should be reported to the concerned staff for documentation and investigation. അതായത് ഇത് കറക്റ്റ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നതെന്ന് എന്താണ് കൺസേൺ സ്റ്റാഫ് അത് ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടത്തി ഡോക്യുമെന്റ് ചെയ്ത് റിപ്പോർട്ട് തയ്യാറാക്കുക എന്നുള്ളതാണ് റിപ്പോർട്ട് സ്പില്ലിൽ പറയുന്നത്. ക്ലിയർ ആയോ?
എന്താണ് കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് എന്നുള്ളത്? ഇതിനൊരു ചാർട്ടും കൂടിയും കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു മൈനർ ആണോ മേജർ ആണോന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ചെയ്യുന്നത് അനുസരിച്ചിട്ടുള്ള കുറച്ച് കാര്യമാണ്. ഇതിൽ പ്രധാനമായിട്ടും നമുക്ക് അറിയാം അല്ലെ, ചില മേജറൊക്കെ ആണെങ്കിൽ എന്താണ് സേഫ്റ്റി ഓഫീസിനെ ഇൻഫോം ചെയ്യേണ്ടതുണ്ട്. ആക്ച്വലി ഇത് നമ്മള് എത്രയും പെട്ടെന്ന് ഇത് ഇങ്ങോട്ടേക്കാണ് ശരിക്കും പറയാം. അതാണ് ഞാൻ ഇതിൽ അധികം എക്സ്പ്ലനേഷൻ അവിടെ കൊടുക്കാതിരുന്നത്. അതൊരു ഇമ്മീഡിയറ്റ് കംപ്രസിംഗ് ഓഫ് ദി സേഫ്റ്റി ഓഫീസർ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നമുക്കറിയാം എവിടെയാണ് അതല്ലേ, നോട്ടിഫൈ ദ അതേഴ്സ്, എല്ലാവരെയും അറിയിക്കുക എന്നുള്ളത് സെയിം രണ്ടിലും ഉള്ള പോയിന്റ്സ് തന്നെയാണ് നോട്ടിഫൈ ദ അതേഴ്സ് എന്നുള്ളത്. ദെൻ അതർ ഇമ്മീഡിയറ്റ് കംപ്രസിംഗ് ഓഫ് ദ സേഫ്റ്റി ഓഫീസേഴ്സ്, പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സേഫ്റ്റി ഓഫീസേഴ്സ് മേജർ ആണെങ്കിൽ നമുക്കറിയാം എമർജൻസി ആയിട്ട് നമ്മൾ ഫയർഫോഴ്സിനൊക്കെ വിളിച്ച് ഇൻഫോം ചെയ്യും അല്ലെ, അവരെത്രയും പെട്ടെന്ന് വന്നതിന് ശേഷമാണ് ബാക്കി നടപടികൾ എടുക്കുക. അതുവരേക്കും എന്താണ് എന്തെങ്കിലും പൊട്ടിത്തെറി ഉണ്ടോ എന്നൊക്കെ വായിച്ചതാണ് അവർ പറയുന്നത്. വാച്ച് ഫോർ ഫയർ ഇറ്റ് ഫ്ലേമബിൾ കെമിക്കൽസ് ആൻഡ് മാനേജ്മെന്റ് പ്രോപ്പർലി. ചെറുതാണെങ്കിൽ നമുക്ക് എന്താണ് നമ്മൾ ഈ പറഞ്ഞ അബ്സോർബന്റ് പാഡ്സും മാനുഫാക്ചേഴ്സിന്റെ ഡയറക്ഷൻ ഒക്കെ അനുസരിച്ചിട്ട് അവിടെ ക്ലീൻ ചെയ്ത് അങ്ങനെ ഈ സ്റ്റെപ്പുകളെല്ലാം നമുക്ക് എടുക്കാം അല്ലെ. അതാണ് മൈനറിന്റെ പ്രത്യേകത. മൈനർ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടേതായ രീതിയിൽ ഹോസ്പിറ്റലിന്റേതായ രീതിയിൽ അത് കൈകാര്യം ചെയ്തെടുക്കാൻ പറ്റും. വേസ്റ്റുകളൊക്കെ ചെറുതാണെങ്കിലും വച്ചിടാനൊന്നും പാടില്ല, അതെല്ലാം കൃത്യമായി തന്നെ ഡിസ്പോസ് ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരും. മേജർ ആകുമ്പോൾ നമുക്കറിയാതെ ഡേഞ്ചറസ് ആണ്, ഹോസ്പിറ്റലിന് ആൾക്കാരെ കൊണ്ട് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അവരുടെ സേഫ്റ്റി ഓഫീസേഴ്സിനെ തന്നെ പ്രധാനമായിട്ടും അറിയിക്കേണ്ടതായിട്ട് വരും. എന്ന് പറയുന്നത് അതർ ഇമീഡിയറ്റ് കംപ്രസിംഗ് ഓഫ് സേഫ്റ്റി ഓഫീസേഴ്സ്. പെട്ടെന്ന് തന്നെ നോട്ടിഫൈ അതേഴ്സിനെ അറിയിക്കുക, എല്ലാവരെയും അറിയിക്കുക. അതോടൊപ്പം തന്നെ എന്താണ് ഇമീഡിയറ്റ് കംപ്രസിംഗ് ഓഫ് സേഫ്റ്റി ഓഫീസേഴ്സ്, എത്രയും പെട്ടെന്ന് എമർജൻസി സർവീസിനൊക്കെ കൊടുക്കുക. പിന്നെ വെയിറ്റ് ഏരിയ എല്ലാവരും ആ ഭാഗത്ത് നിന്ന് പോവുക. പ്രിവെന്റ് അതേഴ്സ് ഫ്രം എൻട്രിങ് ദ ഏരിയ, ആരും തന്നെ അവിടേക്ക് പ്രവേശിക്കാതിരിക്കുക. വാച്ച് ഫോർ ഫയർ ഇറ്റ് ഫ്ലേമബിൾ കെമിക്കൽസ് ആൻഡ് മാനേജ് പ്രോപ്പർലി, അവിടെ എന്തെങ്കിലും അപകടങ്ങൾ പൊട്ടിത്തെറികൾ വരാൻ സാധ്യതയുണ്ടോ എന്ന് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെയുള്ള ആക്ഷൻസ് എന്താണ് നമുക്കറിയാം, ഫയർഫോഴ്സ് വന്നിട്ടായിരിക്കും ഈ ആക്ഷൻസ് ഒക്കെ നടക്കുന്നത്. മൈനർ ആണെങ്കിൽ നമുക്ക് നേരത്തെ കണ്ടായിരുന്നു, നമ്മൾ പഠിച്ചത് തന്നെയാണ്. എന്താണ് അവിടെ എത്രയും പെട്ടെന്ന് എല്ലാവരെയും മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള കാര്യം സംഭവിച്ചിട്ടുണ്ടെന്ന്. ഐസൊലേറ്റ് ഏരിയ, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, ആ ഭാഗത്തേക്ക് ആരെയും കടത്തി വിടാതിരിക്കുക. പിന്നെ അവിടേക്ക് കാര്യങ്ങൾ വേസ്റ്റ് കൈകാര്യം ചെയ്യാൻ പോകുന്ന പേഴ്സൺസ് നമ്മൾ നേരത്തെ കണ്ടായിരുന്ന മാതിരി തന്നെയുള്ള പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്, ഗൂഗിൾസും മാസ്കുകളും ഒക്കെ ധരിച്ചിട്ട് അവിടേക്ക് പ്രവേശിക്കുക. കൺട്രോൾ ദ സ്പിൽ ഓഫ് ലിക്വിഡ് ബൈ കണ്ടെയ്നിങ് ദ സ്പിൽ യൂസ്ഡ് ആസിഡ് ഓർ ആൽക്കലി ആൻഡ് പ്ലേസ് അബ്സോർബന്റ് പാഡ്സ്, അതായത് മാനുഫാക്ചേഴ്സ് പറയുന്ന രീതിയിലുള്ള പാഡ്സുകൾ ഉപയോഗിച്ചിട്ട് അവര് പറയുന്ന രീതിയിലുള്ള ഇതുകളെ അല്ലെ, എന്താണ് ചിലപ്പോണെങ്കിൽ ഈ പറഞ്ഞ ആസിഡ് ആൽക്കലിക്ക് ഉപയോഗിച്ച് പാകം ക്ലീൻ ചെയ്യാന്ന് പറയും, അതൊക്കെ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യുക. ദെൻ ഡിസ്കാർഡ് അക്കോർഡിംഗ് ടു റൂൾസ്, അതായത് നമുക്കറിയാം വെറുതെ ഈ വേസ്റ്റുകളൊന്നും നമുക്ക് വലിച്ചെറിയാൻ പാടില്ല അല്ലെ. ഏത് രീതിയിലാണെന്ന് ലേബൽ ചെയ്തിരിക്കുന്ന ഹസാർഡ് വേസ്റ്റിന് ലേബൽ ചെയ്തിരിക്കുന്ന കണ്ടെയ്നേഴ്സിൽ തന്നെ നിക്ഷേപിക്കുക. ഡീകണ്ടാമിനേറ്റ് ആൻഡ് ക്ലീൻ ദ ഏരിയ, നമുക്കറിയാം ചില സൊല്യൂഷൻസ് ഉപയോഗിച്ചിട്ട് തന്നെ അവിടെ റബ്ബ് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കണം എന്നൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അങ്ങനെയുള്ള രീതികളൊക്കെ ഉപയോഗിക്കുക. ഇൻസിഡൻസ് ബോൺസ്, അതായത് നമുക്ക് റിപ്പോർട്ടുകൾ തയ്യാറാക്കേണ്ടതുണ്ട്, ആ രീതിയിൽ അവസാനം റിപ്പോർട്ട് ചെയ്യുക. അപ്പൊ മൈനർ ആണെങ്കിൽ നമ്മൾ പഠിച്ച സ്റ്റെപ്പുകളൊക്കെ തന്നെയാണ്. മേജർ ആവുമ്പോൾ മനസ്സിലാക്കുക എന്താണ് കംപ്രസിംഗ് ഓഫ് സേഫ്റ്റി ഓഫീസേഴ്സ്, നമ്മുടെ എമർജൻസി ഓഫീസേഴ്സിനെ അറിയിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള പോയിന്റ്. ഓക്കെ, ക്ലിയർ ആയോ? വില്ലേജ് വേസ്റ്റ് ഓക്കെ ആയോ? ആരോ ഒരു ഡൗട്ട് ചോദിച്ചിട്ട് ക്ലിയർ ചെയ്തിട്ട് ആളെ കാണാനില്ല. ഓക്കെ ആയോ? ചോദിച്ചാണ് പോയാ, ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ടോ? ഇനി എന്തെങ്കിലും ഡൗട്ടുകള്? നിങ്ങൾക്ക് ചോദിക്കാട്ടോ. അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് എന്തായാലും മറ്റത് തുടങ്ങി വെക്കാൻ
എവിക്റ്റ് ഏരിയ മീൻസ് എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമ്മൾ അവിടെ നിന്ന് പോകുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് ചോദിക്കുന്നു. മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊരു ചിലപ്പോൾ ടെമ്പറേച്ചർ നോക്കാൻ വേണ്ടിയിട്ട് വരുന്നവർ അത് എങ്ങനെയാലും അറിയാത്ത താഴെ പൊട്ടിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ മെർക്കുറി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ലീക്കൗട്ടൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ഉണ്ടാകുന്ന വേസ്റ്റ് ആണ് മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ്. മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. രാസപ്രവർത്തനം, അതായത് നമ്മളുടെ ഗോൾഡ് സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്താണ് രാസപ്രവർത്തനം നടക്കാനുള്ള സാധ്യതയുണ്ട്. എത്രയും പെട്ടെന്നൊക്കെ ആ വേസ്റ്റ് കൈകാര്യം ചെയ്യാൻ പോകുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ അത് ബാധിക്കാമെന്ന് തോന്നുന്ന ഭാഗങ്ങളിൽ നിന്നെല്ലാം അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് മാറ്റേണ്ടതുണ്ട് അല്ലെ. അതൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ട് എടുത്ത് പറയുന്നത്. നോക്കുക എന്താണെന്നത് മെർക്കുറി ലീക്കേജ് ക്യാൻ ബി ഡേഞ്ചറസ് ടു ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് എൻവയൺമെന്റ്. ആക്ഷൻ മാനേജ്മെന്റ് ഈസ് അവൈലബിൾ. അതായത് ഇതെന്ന് പറയുന്നത് ഒരു പ്രധാന ഡേഞ്ചറസ് ആണ് അല്ലെ, അപകടകരമാണ്. ഹ്യൂമന്റെ മനുഷ്യന്റെ ആരോഗ്യത്തിന് അപകടകരമാണ്. അതുപോലെ തന്നെ എൻവയൺമെന്റിനും പ്രകൃതിയായി ബന്ധപ്പെട്ട നമ്മുടെ ചുറ്റുപാടിനും എന്താണ് അപകടകരമാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ മാനേജ്മെന്റ്, ഈ വേസ്റ്റ് മാനേജ്മെന്റ്, ഇതുമായി ബന്ധപ്പെട്ട വേസ്റ്റ് മാനേജ്മെന്റ് വളരെ സുപ്രധാനമായ കാര്യമാണ്, പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നല്ല രീതിയിൽ തന്നെ മാനേജ്മെന്റ് ചെയ്യേണ്ടത്. എവിക്റ്റ് ദ ഏരിയ അതിൽ പറയുന്നത് എന്താണ്? എവിക്റ്റ് ദ ഏരിയ, ദ സ്പിൽ ഈസ് ഇമ്പോർട്ടന്റ്, എവിക്റ്റ് ദ ഏരിയ ആൻഡ് കോൾ എമർജൻസി സർവീസസ്. ആ ഭാഗത്ത് നിന്ന് നമ്മൾ എത്രയും പെട്ടെന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ്. നമ്മൾ ഇങ്ങനെയുള്ള കെമിക്കൽ സ്പില്ലേജ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത് നിന്ന് എത്രയും പെട്ടെന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത്. പിന്നെ എവിക്റ്റ് ദ ഏരിയ ആൻഡ് കോൾ എമർജൻസി സർവീസസ്, അതായത് നമുക്കറിയാം ഈ ഭാഗം കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ആരെങ്കിലും പെട്ടെന്ന് എമർജൻസി ആയിട്ടുള്ള ആരെങ്കിലും ഇൻഫോം ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. Then take away jewelry. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു take away all jewelry from hands and wrists so that the mercury can combine with the valuable metals. Can combine. അതായത് അവിടെ കോമ്പിനേഷൻ വരാനായിട്ട് അവിടെ രാസപ്രവർത്തനം നടത്താനുള്ള സാധ്യത കൂടുതലാണ് വാല്യുബിൾ മെറ്റൽസുമായിട്ട്. അതുകൊണ്ട് തന്നെ അത് എത്രയും പെട്ടെന്ന് നമുക്ക് ജ്വല്ലറി ഐറ്റംസ് മാറ്റേണ്ടതുണ്ട്. Then protective equipments. Protective equipments എന്ന് വെച്ചാൽ അതുമായി ബന്ധപ്പെട്ട വിഷയം കൈകാര്യം ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ധരിക്കണം. Person should be suitable personal protective equipment such as gloves, goggles and respirators before going to the spill to avoid connection with the mercury and prevent the inhalation of mercury vapors. അതായത് നമ്മളത് ശ്വസിക്കുകയും പോലും ചെയ്യാൻ പാടില്ല അല്ലെ. നമ്മുടെ ആരോഗ്യത്തിനെ അത് ബാധിക്കുന്നത് കൊണ്ട് അത് ശ്വസിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള പ്രിവെൻഷൻ എടുത്തിട്ടേ ആ വേസ്റ്റുകൾ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. നല്ല രീതിയിലുള്ള മാസ്കുകൾ, അതിന് പ്രൊട്ടക്ഷൻ കിട്ടുന്ന തരത്തിലുള്ള മാസ്കുകൾ, ഗോഗിൾസ്, ഗ്ലൗസുകള്, കർണടകളെല്ലാം ഉപയോഗിച്ചിട്ടാണ് ആ വേസ്റ്റ് കോണ്ടാക്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ. Then contain the spill. Use mercury spill kit or absorbent materials like absorbent pads to contain the spill and to prevent it from spreading. Put the materials in labeled hazard waste bag or containers for discarding. നേരത്തെ എല്ലാത്തിനും പറഞ്ഞ മാതിരി തന്നെ അത് ആ വേസ്റ്റ് ആഗിരണം ചെയ്തെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള അബ്സോർബന്റ് മെറ്റീരിയൽസ്, പാഡ്സ് ഉപയോഗിച്ചിട്ട് അവിടെ വേസ്റ്റ് കൈകാര്യം ചെയ്തെടുക്കുക. പിന്നെ എന്താണത് വളരെയധികം അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളിങ്ങനെ അബ്സോർബ് ചെയ്തെടുക്കുമ്പോൾ മറ്റു ഭാഗത്തേക്കൊന്നും സ്പ്രെഡ് ചെയ്ത് പോകാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ ഉപയോഗിക്കുന്ന വേസ്റ്റുകളെല്ലാം കൃത്യമായിട്ട് നമുക്കറിയാം ലേബൽ ഹസാർഡ് വേസ്റ്റ് കണ്ടെയ്നേഴ്സ് അതിൽ തന്നെ നിക്ഷേപിക്കുക എന്നുള്ളതാണ്. If it is a small spillage, zip with the needleless syringe without a needle and dispatch for a recycling. അതായത് ചെറിയ തരത്തിലുള്ള ഒരു സ്പില്ലേജ് ആണ് സംഭവിച്ചിരിക്കണമെങ്കിൽ നീഡിലില്ലാത്ത സിറിഞ്ച് ഉപയോഗിച്ചിട്ട് തന്നെ അത് വലിച്ചെടുക്കുക. നീഡിൽസ് വേണമെങ്കിലും അത് റീസൈക്ലിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് നമുക്കറിയാം. മൊത്തമാക്കിയിട്ട് മാത്രമേ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അല്ലെ. പക്ഷെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ചെറിയ രീതിയിലുള്ള ലീക്ക് ഔട്ട് ആണ് സംഭവിച്ചിരിക്കുന്നത്. ഇനി ക്ലീൻ അപ്പ് ദ സ്പില്ലിൽ എന്താ പറയുന്നത്? ക്ലീൻ ചെയ്യാം അല്ലെ. യൂസ് ഓഫ് മെർക്കുറി സ്പിൽ കിറ്റ് or adhere to manufacturers directly for the exact use of absorbent materials to clean the
We follow all the mercury spread, the mercury during cleanup. Some hospitals follow all the mercury spread surface decontaminated with a 9% sodium thiosulfate solution. Leave a window open to aerated after the cleanup, after making sure that all the mercury has been removed continually. അതായത് നമുക്കറിയാം ആ ഭാഗത്തേക്ക് ഇത്ര പെർസെന്റേജ് ആയിട്ടുള്ള എന്താണ് നമ്മുടെ സൊല്യൂഷൻസ് നേരത്തെ ഏതെങ്കിലും ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ മാനുഫാക്ചേഴ്സ് പറയുന്ന രീതിയിലുള്ള സൊല്യൂഷൻസ് 10% സോഡിയം തയോസൾഫേറ്റ് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് അത്തരത്തിലുള്ള മെർക്കുറി വേസ്റ്റ് ഉള്ള ഭാഗം ക്ലീൻ ചെയ്തെടുക്കുക. അതായത് അവിടുത്തെ അണുക്കളെ നശിപ്പിച്ച് കളയുക. പിന്നെ എന്താണ് അത് ആ ഭാഗം ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വായു ക്ലീൻ ചെയ്ത് ഓപ്പൺ ചെയ്ത് വിൻഡോർക്ക് ഓപ്പൺ ചെയ്ത് അതിനുശേഷം അതൊക്കെ ക്ലീൻ ചെയ്ത് ആ ഭാഗങ്ങളെല്ലാം വീണ്ടും ആഫ്റ്റർ മേക്കിംഗ് ഷുവർ ദാറ്റ് all the mercury has been removed. അവിടെ നിന്നെല്ലാം മെർക്കുറി പോയി എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം കണ്ടിന്യൂ നോർമൽ വർക്ക് കമ്മിങ് ആൻഡ് യൂസ് ദ ക്ലീൻ ദി ഏരിയ ഫോർ കസ്റ്റമറി ഓപ്പറേഷൻ. അത് സാധാരണ രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് നമ്മുടെ സാധാരണ രീതിയിലുള്ള ഉപയോഗത്തിന് മാറ്റിയെടുക്കുക. Then dispose of waste. All materials that come into contact with the mercury should be discarded as nature's waste and labeled bags or containers adhered to local state and federal regulations for the disposal of dangerous waste. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഇത്തരത്തിലുള്ള വേസ്റ്റുകളെല്ലാം നമ്മൾ ഡേഞ്ചറസ് ആയതുകൊണ്ട് ലോക്കൽസിന്റെയും ഫെഡറലിന്റെയും അതേപോലെ സ്റ്റേറ്റിന്റെ ഒക്കെ എന്തെങ്കിലും നടപടിക്രമങ്ങൾക്ക് വിധേയമാക്കേണ്ടതുണ്ടെങ്കിൽ അതിനുശേഷം മാത്രമേ ഇത്തരത്തിലുള്ള വേസ്റ്റ് നശിപ്പിച്ച് കളയാൻ പാടുള്ളൂ. റിപ്പോർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എല്ലാത്തിനും ചെയ്യുന്ന മാതിരി തന്നെ റിപ്പോർട്ട് തയ്യാറാക്കേണ്ടതുണ്ട്. അത് കൺസേൺഡ് സ്റ്റാഫ് തന്നെ ഡോക്യുമെന്റ് ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടത്തി ഡോക്യുമെന്റ് തയ്യാറാക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഡിസ്ഇൻഫെക്റ്റന്റ് എന്ന് വെച്ചാൽ അണുവിമുക്തമാക്കുക, അണുക്കൾ നശിപ്പിക്കുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. Okay, bye. Thank you. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.